സാറാസ് 2 എന്ന ചിത്രത്തിന്റെ കഥയിലേക്ക് കടക്കാം. സാറ, എന്താണ് ഫ്യൂച്ചർ പ്രോജക്ട്സ്? വാട്ട്സ് യുവർ പ്ലാൻ? പത്രക്കാരുടെ ചോദ്യം സാറയുടെ മുഖത്ത് പുഞ്ചിരി. പിന്നീട് അവൾ മറുപടി നൽകിയത് ഇങ്ങനെ: ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു ത്രില്ലർ സിനിമ പോലെയാണ്. വളരെ ചെറിയൊരു കാലഘട്ടമേ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാവുകയുള്ളൂ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നമുക്ക് ഒരുപാട് പേർക്ക് സന്തോഷം നൽകുവാനും കഴിയും. കുറച്ചുകൂടി ഡീറ്റെയിൽഡായി പറയാമോ? പത്രക്കാർ വിടാൻ ഭാവമില്ല. പറയാലോ, സമയം കിട്ടുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ. പത്രക്കാർക്ക് പുഞ്ചിരിയോടെ ഒരു ബായ് പറഞ്ഞ് സാറയും ജീവനും കാറിനരികിലേക്ക് നടന്നു. ഒപ്പം ജീവന്റെ അമ്മയും. കാറിലിരിക്കുമ്പോൾ സാറയുടെ മനസ്സ് ഒരു വർഷം പുറകിലേക്ക് പോയി. കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ ഡിസിഷൻ എടുത്ത ദിവസം. രാവിലെ തൊട്ട് ഒരു ശ്മശാന മൂകതയായിരുന്നു വീട്ടിൽ. ജീവൻ സാറയോട് എന്തെങ്കിലും മിണ്ടിയിട്ട് കുറെ ദിവസങ്ങളായി. സാറ ഇടയ്ക്ക് ജീവനെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചെങ്കിലും ആ ശ്രമങ്ങൾ വിജയം കണ്ടില്ല. സാറയുടെ ഉദരത്തിൽ ജന്മമെടുത്ത കുഞ്ഞിനെ നഷ്ടപ്പെടാൻ പോകുന്നതിൻ്റെ കഠിനമായ വേദനയിലാണ് ജീവൻ. അവനെ അക്കാര്യം വല്ലാതെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. എങ്കിലും സാറയെ പിണക്കാൻ അവന് ആഗ്രഹവുമില്ല. അന്ന് വീട്ടിൽ നിന്നും ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിൽ ജീവനാണ് കാർ ഓടിച്ചിരുന്നത്. അവന്റെ മനസ്സ് സംഘർഷഭരിതമായിരുന്നു. മുന്നിലും പിന്നിലും ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങൾ. എല്ലാവരും ഇത് എവിടേക്കാണ് പോകുന്നത്? ഇത്ര ധൃതി പിടിച്ച് അവൻ മനസ്സിൽ പുറപ്പെടുത്തു. സാറ പഠിച്ച കോൺവെന്റ് സ്കൂളിന്റെ മുമ്പിലൂടെ കാർ വളവ് തിരിഞ്ഞ് മുന്നോട്ട് നീങ്ങി. സാറ വെറുതെ അലക്ഷ്യമായി പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. സ്കൂളിന്റെ മതിലുകളിൽ ദൈവവചനം എഴുതി വെച്ചിരിക്കുന്നു: കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനം. അവളുടെ കണ്ണുകൾ പാതി മനസ്സോടെ അത് വായിച്ചുവെങ്കിലും അവളുടെ മനസ്സ് മുഴുവൻ അവൾ സംവിധാനം ചെയ്യാനിരിക്കുന്ന സിനിമയായിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. കാറിന് മുമ്പിലുള്ള വാഹനങ്ങളെല്ലാം സഡൻ ബ്രേക്ക് ചെയ്യുന്നു. ജീവൻ ബ്രേക്കിൽ ആഞ്ഞു ചവിട്ടി. മുമ്പിലുള്ള നാഷണൽ പെർമിറ്റ് ലോറിയിൽ ഇടിക്കാതെ തലമുടി നാരഴിക്ക് അവരുടെ കാർ നിന്നു. ആളുകൾ അലറി വിളിച്ച് ഓടിക്കൂടുന്നു. ജീവൻ ഡോർ തുറന്ന് ചാടിയിറങ്ങി, ഒപ്പം സാറയും. മുമ്പിൽ കണ്ടത് ആരുടെയും കരളലിയിക്കുന്ന ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു. ഒരു ബൈക്ക് ഒരു ബസ്സുമായി കൂട്ടിയിടിച്ച് കിടക്കുന്നു. ബൈക്ക് ഓടിച്ചിരുന്ന ആൾ ചോരയിൽ കുളിച്ച് താഴെ കിടക്കുന്നു. തൊട്ടടുത്തായി അദ്ദേഹത്തിന്റെ ഭാര്യയും. രക്തത്തിൽ കുളിച്ചു കിടന്ന അവർ എന്തോ പറയാൻ ശ്രമിക്കുന്നു. ആരെയോ തിരയുന്നു. ഓടിക്കൂടിയവരിൽ ചിലർ രണ്ടുപേരെയും തൊട്ടടുത്ത് കിടന്ന ഒരു വാഹനത്തിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോകുവാനുള്ള തിരക്കിലാണ്. ആ സ്ത്രീ എവിടേക്കോ കൈ ചൂണ്ടാൻ ശ്രമിക്കുന്നുണ്ട്. സാറയുടെ കണ്ണുകൾ ആ സ്ത്രീ കാണിക്കുന്ന ദിശയിലേക്ക് നീങ്ങി. ആ കാഴ്ച കണ്ടപ്പോൾ അമ്മേ എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് സാറ അവിടേക്ക് ഓടി. പുറകെ ജീവനും. ഏകദേശം 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ് നിലത്ത് വീണ് കിടക്കുന്നു. തൊട്ടടുത്തായി ഒരു പിക്കപ്പ് വാനും. കൂട്ടിയിടിയിൽ നിന്നും ബൈക്കുകാരനെ രക്ഷിക്കുവാനായി ബസ് ഡ്രൈവർ സൈഡിലേക്ക് വെട്ടിച്ചതാണ്. അങ്ങനെ ബസ് പിക്കപ്പ് വാനിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. വാനിൽ നിന്നും വീണ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന വലിയ ഇരുമ്പ് പ്ലേറ്റ് താഴേക്ക് വീണിരുന്നു. ജീവൻ കുഞ്ഞിനെ വാരിയെടുത്ത് കാറിലേക്ക് ഓടി. അപ്പോഴാണ് സാറ അത് കണ്ടത്. കുഞ്ഞിന്റെ 2 കൈകളും നിലത്ത് വീണ് കിടക്കുന്നു. പിക്കപ്പ് വാനിൽ നിന്ന് വീണ ഇരുമ്പ് പ്ലേറ്റ് അവ അരിഞ്ഞു മാറ്റിയിരുന്നു. ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു അത്. സാറയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവൾ ആ 2 കുഞ്ഞു കൈകളും സ്വന്തം കൈകളിൽ വാരിയെടുത്തു. ജീവന്റെ പുറകെ ഓടി. ജീവൻ കുഞ്ഞിനെ സാറയുടെ കൈകളിലേക്ക് കൈമാറി. സാറ കുഞ്ഞിനെയും വേർപിട്ട കുഞ്ഞു കൈകളുമായി അവരുടെ കാറിൽ കയറി. ജീവന്റെ കാർ ആശുപത്രിയെ ലക്ഷ്യമാക്കി പാഞ്ഞു. സാറയുടെ മടിയിലിരുന്ന് കുഞ്ഞ് ഉറക്കെ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. കുഞ്ഞു കൈകൾ പിടിച്ച് സാറയുടെ കരങ്ങൾ അപ്പോൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ബോധം നഷ്ടപ്പെടുന്നത് പോലെ. ആശുപത്രിയിൽ എത്തുന്നത് വരെ ബോധം നഷ്ടപ്പെടാതെ ഒരുവിധം അവൾ പിടിച്ചു നിന്നു. മെഡിക്കൽ ടീം സാറയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെയും അറ്റുവീണ കൈകളും സ്വീകരിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പാഞ്ഞു. സാറയും ജീവനും ആശുപത്രിയിലെ ഫോർമാലിറ്റീസ് എല്ലാം തീർന്നപ്പോൾ കാറിന്റെ അടുക്കിലേക്ക് നടന്നു.
മനസ്സിൽ വല്ലാത്ത ഒരു വീർപ്പുമുട്ടൽ അപ്പോൾ സാറ അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം, സാറ പറഞ്ഞു. തിരിച്ച് വീട്ടിലേക്കുള്ള വഴിയിൽ സാറയുടെ മനസ്സ് മുഴുവൻ ആ കുഞ്ഞു കൈകളായിരുന്നു. ചോരയിൽ പൊതിഞ്ഞ് അവൾ കൈകളിലെടുത്ത ആ കുഞ്ഞു കൈകൾ. സത്യത്തിൽ ആ കുഞ്ഞിന്റെ വിരലുകൾ സ്പർശിച്ചത് അവളുടെ ഹൃദയത്തെയായിരുന്നു, ശരീരത്തെയായിരുന്നില്ല. വീട്ടിലെത്തിയതും സാറ കട്ടിലിലേക്ക് കമിഴ്ന്നു വീണ് ഏങ്ങി ഏങ്ങി കരയാൻ തുടങ്ങി. അവളുടെ മനസ്സിൽ ചില ചിത്രങ്ങൾ ഓടി മറയാൻ തുടങ്ങി. അവൾ അബോർഷന് തയ്യാറെടുക്കുന്നതിന് മുമ്പ് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഗൂഗിൾ ചെയ്തു നോക്കിയിരുന്നു. ലൂപ്പ് ഷേപ്പ് നൈഫ് ഉപയോഗിച്ച് കൈകളും കാലുകളും അറുത്തു മാറ്റുന്നത് അന്ന് അവൾ കണ്ടതാണ്. കണ്ടപ്പോൾ തന്നെ അവൾക്ക് ചെറിയൊരു നടുക്കം തോന്നിയിരുന്നു. എങ്കിലും മുറിഞ്ഞു വീണ കുഞ്ഞു കൈകൾ അവളുടെ കൈകളിൽ കിടന്നപ്പോഴാണ് അവളുടെ മനസ്സ് ശരിക്കും അക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ ബോധവതിയായത്. കുറേയേറെ സമയം കഴിഞ്ഞിട്ടും ആശുപത്രിയിലേക്ക് തിരിച്ചു പോകാൻ സാറ പുറത്തേക്ക് വരാതായപ്പോൾ ജീവൻ റൂമിലേക്ക് കയറി. ആശുപത്രിയിലേക്ക് പോകാനിറങ്ങാൻ സാറയോട് പറഞ്ഞ ജീവനെ നോക്കി സാറ പറഞ്ഞു, എനിക്ക് അബോർഷൻ വേണ്ട. അത് കേട്ട നിമിഷം തന്നെ ജീവൻ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ ചെവിയിൽ മന്ത്രിച്ചു. നീ പറഞ്ഞതാണ് ശരി. ഇല്ല മോളെ, നമ്മൾ നമ്മുടെ കുഞ്ഞിനെ കൊല്ലാൻ വിട്ടുകൊടുക്കുകയില്ല. വലിയ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു പിന്നീട്. മാസങ്ങൾ കടന്നുപോയി. ഗർഭിണിയായിരിക്കെ തന്നെ സാറ സിനിമയുടെ ജോലികൾ നല്ല രീതിയിൽ തന്നെ തുടർന്നു പോന്നു. സിനിമാ ജോലികൾ പൂർത്തിയാക്കാൻ 3 ആഴ്ചകൾ ബാക്കിയുള്ളപ്പോഴാണ് അത് സംഭവിച്ചത്. ഗർഭിണിയായ സാറ അപ്പോൾ 8 മാസം പൂർത്തീകരിച്ചിരിക്കുന്നു. ലോകം മുഴുവൻ പടർന്നു പിടിച്ച COVID-19 ഇന്ത്യയും പിടിച്ചുകുലുക്കി. ഇന്ത്യ മുഴുവൻ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. അധികം വൈകാതെ സാറ ആരോഗ്യവതിയായ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ലോക്ക്ഡൗൺ അവസാനിച്ചപ്പോൾ മുടക്കം കൂടാതെ സിനിമയുടെ ബാക്കി വർക്കുകളും പൂർത്തിയാക്കി സിനിമ യഥാസമയത്ത് തന്നെ റിലീസ് ചെയ്തു. ചിത്രം മെഗാ ഹിറ്റ്. ദീപ്തി എന്ന കൂട്ടുകാരിയുടെ കൺഗ്രാറ്റുലേഷൻ സാറ ദി ഡയറക്ടർ എന്ന ആശംസ കേട്ടപ്പോഴാണ് അവൾ അവളുടെ കൂട്ടുകാരിയുടെ വീട്ടിലെത്തിയ കാര്യം തിരിച്ചറിഞ്ഞ് ഓർമ്മകളിൽ നിന്ന് പുറത്തു വന്നത്. അതുവരെയും അവൾ അബോർഷൻ ചെയ്യാൻ തയ്യാറായി ആശുപത്രിയിലേക്ക് തിരിച്ച 1 വർഷം മുമ്പുള്ള ആ ദിനത്തിന്റെ ഓർമ്മകളിലായിരുന്നു. മോള് കരഞ്ഞിരുന്നോ എന്ന സാറയുടെ ചോദ്യത്തിന് കൂട്ടുകാരി നൽകിയ മറുപടി ഇങ്ങനെ: എങ്ങനെ കരയാനാ? ഒട്ടുമിക്ക ചാനലുകളും എപ്പോഴും നിന്റെ മുഖമല്ലേ കാണിക്കുന്നത്. അത് കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നതിനാൽ അവൾക്ക് അമ്മ ഇവിടെ ഇല്ല എന്ന് തോന്നിയതേയില്ല. ദീപ്തി വാചാലയാവുകയാണ്. സാറ, നീ ഒരു വലിയ മെസ്സേജാണ് ലോകത്തിന് നൽകിയിരിക്കുന്നത്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന സന്ദേശം. നീ ഒരു വലിയ ദൗത്യമാണ് ഏറ്റെടുത്തത്. നിന്റെ മകൾ നിന്നേക്കാൾ ശക്തിയും പ്രശസ്തയുമായി മാറും. കാരണം ജീവന് വേണ്ടി വലിയ വില കൊടുത്ത സാറയാണ് അവളുടെ അമ്മ. പ്രിയപ്പെട്ടവരെ, സാറാസ് എന്ന ചിത്രത്തിന്റെ കഥ ഈ പാറ്റേൺ കാത്തു സൂക്ഷിച്ച് എഴുതിയിരുന്നുവെങ്കിൽ എന്ന് ആശിച്ചവരല്ലേ നമ്മളിൽ വലിയൊരു വിഭാഗവും. അങ്ങനെ ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഇന്നത്തെ യുവതി യുവാക്കൾക്ക് ഒരു മാതൃക ആ ചിത്രം നൽകിയിരുന്നുവെങ്കിൽ എത്ര വലിയ സ്വീകാര്യത ആ ചിത്രത്തിന് പൊതുസമൂഹത്തിൽ ലഭിക്കുമായിരുന്നു. തിന്മയ്ക്ക് പകരം നന്മയെ ഉയർത്തിപ്പിടിക്കുന്ന നല്ല സിനിമകൾക്ക് ജന്മം നൽകുവാനുള്ള ആർജവവും ധൈര്യവും നമ്മുടെ പുതുതലമുറ സംവിധായകർ, പ്രത്യേകിച്ചും ക്രൈസ്തവർ, കാണിക്കണമെന്ന് നിർദ്ദേശിക്കുകയാണ്.